ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു ടേബിളാണ്. കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടേബിളിൽ TV, സെറ്റ് ടോപ്പ് ബോക്സ്, ആംപ്ലിഫയർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ ഒരു ടേബിളിൽ തന്നെ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പ്ലഗ് എടുത്ത് നമ്മൾ ഓരോ സ്വിച്ച് ബോർഡിൽ തന്നെ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വയറും ഒക്കെ ആകെ അലങ്കൂലമായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊന്ന് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ടേബിളിൽ തന്നെ സോക്കറ്റ് എല്ലാം അതിൻ്റെ പുറകിൽ നീറ്റായിട്ട് വെക്കുക. ആ സോക്കറ്റിൻ്റെ എല്ലാത്തിൻ്റെ സ്വിച്ച് മാത്രം സൈഡിലേക്ക് വെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്തൊരു ടേബിളാണ്. ഇത് സുരക്ഷിതത്വത്തിനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം കൊച്ചു കുട്ടികൾക്കൊക്കെ പ്ലഗ് കുത്തി സ്വിച്ച് ഇടുക എന്ന് പറയുന്ന ഒരു അസൗകര്യമാണ്. അപ്പോൾ ഇതാകുമ്പോൾ പ്ലഗൊന്നും കുത്താൻ നിൽക്കേണ്ട, സൈഡിലെ സ്വിച്ച് മാത്രം ഇട്ടാൽ മതി. പ്ലഗ് ബാക്കിൽ സേഫായിട്ടിരുന്നോളും. അതിനുവേണ്ടി ചെയ്തെടുത്ത ഒരു ടേബിളാണിത്. ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് അഴിച്ച് കാണിക്കുന്നേ ഉള്ളൂ. ആ ബോക്സിൻ്റെയൊക്കെ കളർ തന്നെ കണ്ടാൽ അറിയാം. നല്ല വൈറ്റ് കളറിലിരുന്ന ബോക്സാണ്. കാലപ്പഴക്കം കൊണ്ട് കളർ മങ്ങി ഈ രൂപത്തിലായതാണ്. ഇതിനകത്തൊരു USB പോർട്ട് മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിൽ USB പോർട്ടും അതിൽ നിന്ന് വരുന്നൊരു USB കേബിൾ വെച്ച് നമ്മൾ അടിയിൽ ചാർജർ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് ടേബിളിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് സ്വിച്ച് ബോർഡ് അതിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ബാക്ക് സൈഡിലെ ഹോള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈലം ബോർഡ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും കവർ ചെയ്യുന്നുണ്ട്. ഈ 4 ബുഷ് കണ്ടില്ലേ, ഈ തട്ടിലിരിക്കുന്ന 4 ബുഷ്, അത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ തട്ടിലാണ് നമ്മൾ ആംപ്ലിഫയർ വെക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ താഴത്തെ ചെറിയ ബുഷ് ആ തട്ടിൽ ഞാൻ പിടിപ്പിച്ചിരിക്കുന്ന വലിയ ബുഷിനകത്തേക്ക് ഇറങ്ങി നിൽക്കും. അങ്ങനെ ഇറക്കി വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളാരെങ്കിലും വന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് തെന്നി താഴത്തേക്ക് വീഴത്തില്ല. ഇത് ഇച്ചിരി വെയിറ്റുള്ളൊരു ഹെവി സാധനമാണ്. അപ്പോൾ പിള്ളേരാരെങ്കിലും വന്ന് വലിച്ചാൽ താഴെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വലിയ ബുഷിലേക്ക് ഈ ചെറിയ ബുഷ് ഇറക്കി വെക്കും. ഇനി നമ്മളതിൽ വലിച്ചാലൊന്നും അത് അനങ്ങത്തില്ല, അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് സോക്കറ്റിൽ പ്ലഗ്. ഇത്രയും പ്ലഗും കാര്യങ്ങളൊക്കെ അവിടെ കുത്താനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭിത്തിയിലുള്ള സ്വിച്ച് ബോർഡിലേക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കേബിളൊക്കെ നേരെ കാണുന്നിടത്ത് വൃത്തികേടായിട്ടിരിക്കും. ഇതാകുമ്പോൾ ഈ ഒരൊറ്റ പ്ലഗ് മാത്രം സ്വിച്ച് ബോർഡിൽ കുത്തിയാൽ മതി. ബാക്കിയുള്ള വയറുകളൊക്കെ ആ ടേബിളിൻ്റെ പുറകിലിരുന്നോളും. അപ്പോൾ പിള്ളേർക്കാണേലും പ്ലഗ് കുത്തുന്ന ഭാഗത്തേക്ക് കൈകളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് സ്വിച്ച് ഇടാൻ സേഫാണ്. കണ്ടില്ലേ, മോഡം ഓണാക്കാനൊരു സ്വിച്ച്, ആ സ്വിച്ച് ഇട്ടപ്പോൾ മോഡം ഓണായി. ഇനി അടുത്തത് മോണിറ്ററാണ്. ഞാൻ മോണിറ്ററാണ് TV ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഓൺ ചെയ്യാനായിട്ട് ആ സ്വിച്ച് ഇട്ടാൽ മതി. ഇനി ആംപ്ലിഫയർ ഓൺ ചെയ്യാനായിട്ട് അടുത്ത സ്വിച്ച്, ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ അതിൻ്റെ സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൺ ചെയ്യണമെങ്കിൽ അടുത്ത സ്വിച്ച് ഇടുക. അങ്ങനെ ഓരോന്നിനും ഓരോ സ്വിച്ച് ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ USB പോർട്ടിലേക്ക് ഒരു USB കേബിൾ കുത്തിയാൽ നമുക്ക് സ്മാർട്ട് വാച്ചോ അങ്ങനെ എന്തെങ്കിലും ചാർജബിൾ ഡിവൈസ് എന്തെങ്കിലും നമുക്ക് ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു വാച്ച് ചാർജ് ചെയ്യണമെങ്കിൽ അത് കുത്തുക, എന്നിട്ട് നമുക്കതിലേക്ക് വെച്ചിട്ട് സൈഡിൽ സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വാച്ച് ചാർജ് ആകുന്നത് കാണാം. ഒരാവശ്യത്തിന് നമ്മൾ പ്ലഗ് പോയിൻറ്റിലേക്കൊന്നും പ്ലഗ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, സൈഡിലെ സ്വിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയുമാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ.